ഇവരുടെ അനുഭവകഥ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാവരും കാണണം. നമസ്കാരം, എൻ്റെ പേര് അജേഷ്. ഇതെൻ്റെ വൈഫ് കാർത്തിയാണ്. എങ്ങനെയെങ്കിലും ശരിയാവണം എന്ന രീതിക്ക് ഞങ്ങൾ ഉറക്കഗുളി വരെ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്, ഇന്ത്യക്ക് പുറത്തും ഉണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോകാം. ഇവിടെ വരണമെന്നുണ്ടെങ്കിലും ഇവിടെ വരാം. പക്ഷെ അതിനു മുൻപ് ആദ്യം ഓൺലൈൻ കൺസൾട്ടേഷൻ എല്ലാം എടുത്ത് റിഫ്രഷ്മെന്റ് തരും. ബീച്ചിൽ പോയി സിനിമ കാണാൻ പോയി. പിന്നെ ഇവിടെ രാത്രി ഉറങ്ങുന്നത് 2 മണി 3 മണിക്കാണ്. ഇത് അജേഷ് അല്ല ഇത് കാർത്തിക, ഇത് അജേഷ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ 15 ദിവസമായി അല്ലെ 17 ദിവസമായി കഴിഞ്ഞ 17 ദിവസമായി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ താമസമാണ്. അഡ്മിഷൻ നമുക്ക് പറയാൻ പറ്റില്ല, താമസമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന അവസ്ഥ ശരിയാക്കണമെങ്കിൽ ചുമ്മാ ഒരു അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു രോഗിയെ പോലെ ഇവിടെ കിടന്നിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. ഇവിടെ താമസമായി ഇവിടുത്തെ ഒരു ഇൻമേറ്റിനെ പോലെ അത്ര നമ്മൾ ഒരു എന്താ പറയുക ഒരു എൻജോയ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റിനാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇവരുടെ കൂടെ വേറെയും 5 കപ്പിൾസും കൂടി ഉണ്ട്. അപ്പം അജീഷും കാർത്തികയും അവരെന്ത് കണ്ടീഷനിലാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെന്റ് പുരോഗമിച്ചത്, ട്രീറ്റ്മെന്റിന് വരുന്നതിന് മുൻപ് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളോട് വിശദമായിട്ട് പറയും. അപ്പോൾ ഞാൻ പതുക്കെ മാറട്ടെ, അവർ സംസാരിക്കും. റൈറ്റ്. നമസ്കാരം, നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന സ്ഥലത്തു നിന്നാണ് ഞാനും എൻ്റെ വൈഫും വരുന്നത്. എൻ്റെ പേര് അജേഷ്, വൈഫിൻ്റെ പേര് കാർത്തിക. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4 വർഷമായി. അതിന് മുന്നേ കോളേജിൽ വെച്ച് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ നമുക്കുണ്ടായ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ഈ പരസ്പരം ബന്ധപ്പെടുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലേ, സാധാരണ അങ്ങനെയാണല്ലോ ലൈഫിൽ. ഈ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല രണ്ടുപേർക്കും ഈ 4 വർഷം കൊണ്ട്. എന്ത് അസുഖമാണ് എന്ത് ഇതാണെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് 2-3 മെഡിക്കൽ കോളേജ്, പിന്നെ ഗൈനക്കോളജിസ്റ്റ്, പിന്നെ കുറച്ച് ഹോസ്പിറ്റല്, അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ലൈഫ് പറയുന്നു. സത്യത്തിൽ ഞങ്ങൾക്ക് ഇത് എന്താണ് പ്രശ്നം എന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു. ഒരുപാട് പേരെടുത്ത് ചോദിച്ചു. അപ്പൊ അവർക്കൊന്നും ഇങ്ങനൊരു അവസ്ഥയില്ല. അപ്പം എനിക്ക് മാത്രമാണ് ഇങ്ങനെ പ്രശ്നമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴും അതേ ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് അറിയാതെ തന്നെ ഒരുപാട് ഡോക്ടർമാരെ കാണാൻ പോയി. ആദ്യം കുറച്ച് ഹോമിയോ ഡോക്ടേഴ്സ് അങ്ങനെ പോയപ്പോഴും അവർ കുറേ ഗുളിക വയ്ക്കും, അല്ലാതെ തന്നെ സ്കാനിങ് അങ്ങനെയുള്ള സംഭവമാണ് എഴുതി തന്നത്. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം, അവർക്ക് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോഴും സ്കാനിങ് ഒക്കെ നമ്മൾ പരസ്പരം ബന്ധപ്പെടാതെ സ്കാനിങ്ങും അങ്ങനെയുള്ള ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അല്ലാതെ തന്നെ വേറെ ഡോക്ടേഴ്സിനെ കാണാൻ പോയപ്പോഴും അവർ പറഞ്ഞ എനിക്കാണ് പ്രശ്നം, ഇത് വേറൊരു കുഴപ്പമില്ല, ഇയാള് സമ്മതിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്യുക എന്നൊരു ഇതാണ് ആ ഡോക്ടേഴ്സും വെച്ചത്. എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം സംഭവിക്കണം, ആ ഒരു രീതിക്കാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അങ്ങനെ ലാസ്റ്റ് മെഡിക്കൽ സ്റ്റോറിലും പിന്നെ ഡോക്ടറിനെ കുറിപ്പോടെ തന്നെ പോയി ഉറക്കഗുളി വാങ്ങി. അത് കഴിച്ച് അന്ന് തന്നെയാണ് ഒരു സംഭവം ഉണ്ടായത്. വീട്ടില് ഞങ്ങളത് കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് വീട്ടില് ഗസ്റ്റ് വന്നത്, എൻ്റെ ചേച്ചിയും ചേട്ടനും. അപ്പൊ പിന്നെ ആ ഒരു ഗുളിയുടെ ആ ഒരു മയക്കത്തിൽ തന്നെ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്ത് അവർ വന്ന് എന്തൊക്കെ സംസാരിച്ച് ഒന്നും ഓർമ്മയില്ല. പിറ്റേന്ന് ഉറക്കം എണീറ്റപ്പോഴും ആ ഒരു മയക്കത്തിലായിരുന്നു. അന്നും ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഈ ലേഡി ഡോക്ടറെ കണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും വന്ന് ശ്രമിച്ചാലും പുള്ളിക്കാരി എന്താണ് ഈ മേഡം പറയുന്ന പോലെ ആ ഒരു രീതിയിൽ ഈ കാല് കൊണ്ട് പോവുകയും ഈ ബാക്ക് കൊണ്ട് പോവുകയും നമ്മൾ തള്ളി മാറ്റുകയും ആ രീതിക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ ഡോക്ടർ പിന്നെ 2-3 ആഴ്ച 2-3 പ്രാവശ്യം പോകുമ്പോൾ ഡോക്ടർ തന്നെ പറയും, നിങ്ങൾ ശ്രമിക്കും, കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം ശ്രമിച്ച് നോക്കാൻ പറയും. നമ്മളാറ്റി എഴുതി മേടിച്ചതാണ് ഈ ഇതിനെ പോലെ ഉറക്കഗുളിക കഴിച്ച് നോക്കാം ഇതേപോലെ. അങ്ങനെ മേഡത്തിനോട് പറഞ്ഞ് അങ്ങനെയാണ് മേഡം ഉറക്കഗുളിയൊക്കെ തന്ന് നോക്കിയായിരുന്നു. നമ്മളങ്ങനെ 2 ഗുളിയൊക്കെ കഴിച്ചിട്ട് ഒരു 2 ദിവസമൊക്കെ പുള്ളിക്കാരി ഇത്തിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇത്തിരി ഉറക്കപ്പിച്ചായിരുന്നു. കാരണം എനിക്ക് ഡയറി ഫാമാണ്, പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ രാവിലെ വരുമ്പോൾ പുള്ളിക്കാരി ഉറക്ക മട്ടിൽ അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ചെവിലൊക്കെ തട്ടി അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല സ്ട്രെസ്സും പുള്ളിക്കാരുടെ ദേഷ്യമൊക്കെ പെട്ട് എങ്ങനെയായാലും ഇത് നടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആയി. ആ സമയത്തൊക്കെ 2 വർഷം 2.5 വർഷമൊക്കെ ആയ സമയത്താണ് ഈ ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പിന്നെ കൂട്ടുകാരുടെ നിന്നല്ലേ ഏകദേശം
ഷുവർ തുടങ്ങി. പുള്ളിക്കാരെ വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും പിള്ളേരാകുന്നില്ല, എന്താണ് പ്രശ്നം, നിങ്ങൾ ഒരിടത്തും പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രഷറായ സമയത്താണ് ഇതെല്ലാം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ ഫാമിലി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഗുളിക കഴിച്ചിട്ട് 2 ദിവസം ഉറങ്ങാതെ അങ്ങനെ ഇരുന്ന് അവിടെ തട്ടി ഇവിടെ തട്ടി വന്നപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് ഇനി എത്ര അടിയായാലും എന്ത് വിചാരിച്ചാലും എങ്ങനെ ശ്രമിച്ചു നോക്കിയാലും ഈ കാര്യം ഈ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റാ എന്തെങ്കിലും ഒരു വഴിയില്ലാതെ ഇത് തീരത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഞാൻ ഒരു കൊല്ലം വരെ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ താല്പര്യം കാണിച്ചിട്ടില്ല. പുള്ളിക്കാരോട് ദേഷ്യപ്പെട്ടിട്ടില്ല, തല്ലുകൂടിയിട്ടില്ല. പിന്നെ ഇതെന്തോന്നാണ്, ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരി എന്നെ മേഡത്തിൻ്റെ വീഡിയോ ഉണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു. പുള്ളിക്കാരി എന്നെ താല്പര്യം കാണിച്ച് ഞാൻ മുമ്പോട്ട് വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളിക്കാരി എന്നെ ഇതിലാക്കി വരാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം പുറകോട്ട് നിന്നത്. പിന്നെ അത് പോയിട്ട് എൻ്റെ ഒരു പ്രത്യേക അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാക്സിമം ബന്ധുക്കളായാലും വീട്ടിൽ അച്ഛനമ്മ ചേട്ടൻ അവരൊക്കെ നല്ല സപ്പോർട്ട് ആണെങ്കിൽ മാത്രം നമ്മൾക്ക് ഓപ്പണായിട്ട് എന്ത് സംസാരിക്കാൻ പറ്റും, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളെങ്കിൽ മാത്രം ഈ വിഷയം അവരെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞായിരുന്നു. ഈ 2 വർഷം 1.5 വർഷമൊക്കെ ആയപ്പോഴും അവിടെ ഇവിടെ ചേച്ചി എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴും ഇവള് തന്നെ പറഞ്ഞു ഇതേപോലെ ഒരു വിഷയമുണ്ട്. ചേച്ചി ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി, അവർക്ക് ഇതുവരെയും കുട്ടികളായിട്ടില്ലായിരുന്നു. അപ്പൊ ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത്, അതിന് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു അസുഖമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു ഇതൊരു അസുഖമല്ല, ഒരു അവസ്ഥയാണ്, നീ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി തന്നെയാണ് അവരുടെ പരിചയത്തിലുള്ള 2-3 ഡോക്ടേഴ്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ പോയിട്ടും ഒരു പ്രയോജനമില്ല. അങ്ങനെ ചേച്ചിയും കുറെ വീഡിയോസ് ഒക്കെ ഇതിനെ പറ്റി അയച്ചു തന്നിട്ടുണ്ട്. ഒന്നും അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ ഒന്നും നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോഴും മാഡത്തിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. പുള്ളിക്കാരുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ അസുഖം എന്താണെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെയോട് ഷെയർ ചെയ്യുമ്പോഴാണ്, എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുമ്പോഴാണ് അസുഖത്തിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് കയറുന്ന ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ വീട്ടിൽ പറയുമ്പോൾ അവർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വിവാഹമോചനം ആക്കിയിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ ഒരു കല്യാണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ പുള്ളിക്കാരുടെ ഭാഗത്ത് അവരെ വീട്ടുകാരെന്നെ പ്രഷർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ഇന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു കാര്യം എന്താണെന്നും 100% കൺഫേം ആക്കാതെ വീട്ടുകാരുടെ കൂട്ടുകാരുടെ ആരോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർ എല്ലാവരും പറയുന്ന കാര്യം നമ്മളെല്ലാം കേൾക്കേണ്ടി വരും. കാരണം നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നമുക്ക് പോകാൻ പറ്റൂല. അവർ പല വഴി കൂടി കൊണ്ടുപോയി പലയിടത്തും കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നേർവഴിക്ക് വരുമ്പോൾ പിന്നെ ആ നേർവഴി അവർ അംഗീകരിക്കത്തില്ല. അത് തെറ്റായിരിക്കും അല്ലെങ്കിൽ ശരിയായിരിക്കും എന്നും പറഞ്ഞ് അവർ നമ്മൾ ഒരുപാട് ടോർച്ചർ ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇങ്ങനെ വെറുതെ ആ സമയം ലോക്ക്ഡൗൺ ആയപ്പോൾ ഫോണിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയാണ് ഇതുപോലെ ഒരു മാഡത്തിന്റെ വീഡിയോയുടെ ഒരു ക്യാപ്ഷൻ കണ്ട് അങ്ങനെ നോക്കുക. ആ ദിവസമാണ് സത്യത്തിൽ ഇത് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായത്. ഇത് വജൈനസ്മസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എന്ന് സത്യത്തിൽ അന്നാണ് മനസ്സിലായത്. അന്ന് വൈകുന്നേരം തന്നെ ചേട്ടാ വന്നപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ മാഡത്തിന്റെ നമ്പറൊക്കെ എടുത്ത് വിളിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടി റെഡിയായി. ഞങ്ങള് വീഡിയോ കണ്ടിട്ട് തന്നെ മാഡത്തിന്റെ നമ്പർ എടുത്ത് വിളിച്ചു. അങ്ങനെ 2-3 തവണ മാഡം ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തായിരുന്നു. അപ്പോഴും സത്യം പറഞ്ഞാൽ മനസ്സിന് ആകെ ഒരു വ്യത്യാസം വന്നു. കാരണം എനിക്ക് മാത്രമല്ല വേറെ ഒരുപാട് പേർക്ക് ഇതൊരു അവസ്ഥയാണ്, ആരും പുറത്ത് പറയാത്തതാണെന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് 2-3 വീഡിയോ കൺസൾട്ടേഷൻ കണ്ടിട്ടാണ് നമ്മളിവിടെ നേരിട്ട് മാഡത്തെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തോ ഒന്നും അറിയില്ല. എങ്ങനെ എന്തെങ്കിലും മരുന്ന് തന്നതാണോ വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മാഡം ഇതിനു വേണ്ടിയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ആദ്യത്തെ സെക്ഷനിൽ പഠിപ്പിച്ചത്. ഞങ്ങൾ അത് കഴിഞ്ഞ് രാവിലെ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് മാഡത്തെ കണ്ട് 1-2 മണിക്കൂർ മാഡത്തെ കണ്ട് തിരിച്ച് നേരെ ട്രെയിനിൽ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ വീട്ടിൽ ചെന്ന് ഒരു 2-3 ദിവസം നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആ എക്സസൈസ് ചെയ്യും. പിന്നെ ഞങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളും അതിനൊക്കെയാണ് ഞങ്ങൾ സമയം മാറ്റി ചെയ്യും. എക്സസൈസ് എന്ന് വെച്ചാൽ ജസ്റ്റ് വെറുതെ കുറച്ച് നേരത്തേക്ക് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറേ 2-3 മാസം ഇടയ്ക്ക് വരാതെ അത് കഴിഞ്ഞ് വീണ്ടും 2ാമത്തെ
സെക്ഷൻ ഇതുപോലെ വന്നു. അപ്പോഴും മാഡം ഇതുപോലെ എക്സസൈസ് പറഞ്ഞിരുന്നു, തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഓരോരോ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ മുടങ്ങി പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അപ്പോൾ ഇത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത് മാഡത്തെ കാണാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് മാഡം പറഞ്ഞത് ഇങ്ങനെ പോയാൽ ഒരിക്കലും ശരിയാവൂല, നിങ്ങൾക്ക് ഇത് മാറണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ക്രമമായിട്ട് തന്നെ വരണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് ഒരു 15 ദിവസം ഇവിടെ താമസിച്ചുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്നാണ് മാഡം പറഞ്ഞത്. കാർത്തികയാണ് വിളിച്ചത്. പുള്ളിക്കാരി വിളിച്ച് പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് വിളിപ്പിക്ക്, അപ്പോൾ മാഡം സംസാരിക്കാമെന്ന് പറഞ്ഞു. മാഡം വിളിച്ചപ്പോൾ പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. കാരണം നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും 4-5 വർഷം എടുക്കും. അപ്പോൾ മാഡം ചോദിച്ചു ഇതേപോലെ മാഡം ഒരു ബാച്ചാറ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയാ ഇതൊന്നും കാണിക്കാതെ അപ്പം തന്നെ ഞാൻ പറയാം നമ്മൾ അടുത്ത ബാച്ചിൽ വരാം, എന്തായാലും പൂർണ്ണമായിട്ട് ഒരു 10 ദിവസം ആയാലും ട്രീറ്റ്മെൻറ്റ് കുഴപ്പമില്ല, വന്ന് നയിക്കണം, എനിക്കിത് ശരിയാക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മളിങ്ങ് പോന്ന് വരുന്നുമ്പോൾ മാഡം പറഞ്ഞായിരുന്നു ഇതേപോലെ ഒരു 5-6 പേരുണ്ട്, നമ്മളെപ്പോലെ ഒരു 5-6 പേരുണ്ട്, അവർ ഇതേപോലത്തെ അവസ്ഥയാണ്, നിങ്ങൾ വരണം, എല്ലാവരും വന്ന ഉടനെ തന്നെ ഒരു ടീമാവണം, നിങ്ങൾ ഒരു ഫാമിലി പോലെയാണ് വീട് എന്നൊക്കെ പറഞ്ഞ് മാഡം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിലൊക്കെ പഠിച്ച ഒരു ലെവൽ കിട്ടണം എന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സുകൊണ്ട് ഇനി പോകുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിനെ പോലെ എന്ന് പറയാൻ പറ്റില്ല, വീടിനേക്കാൾ എന്തോ പറയണം, നമ്മൾ അച്ഛനമ്മയായാലും ചേട്ടനായാലും നമ്മൾ എന്തോ ഭാര്യയായാലും ജസ്റ്റ് നമ്മളൊരു മതിൽ കാണും, എന്ത് ചെയ്താലും നമ്മൾ അത് മതിൽ കെട്ടിൻ്റെ അകത്ത് നമ്മൾ കാണും. പരസ്പരം ഭാര്യ കാണിക്കുന്നതായാലും അച്ഛൻ കാണിക്കുന്നതായാലും നമ്മൾ കാണിക്കുന്നതായാലും അതിൻ്റെ അപ്പുറത്ത് പോകത്തില്ല. നമ്മളെ നമ്മൾ തെറ്റായാലും ശരിയായാലും നമ്മളെ ഒരു കെട്ടിൻ്റെ പൊട്ടിച്ചങ്ങ് പോകത്തില്ല, എന്ത് കാണിച്ചാലും ഒരു മറ കാണിച്ച് ചെയ്യത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ നമ്മളൊരു 2 ദിവസമൊക്കെ ആയപ്പോൾ ഫുൾ ഫ്രീ ആയി, ഫുൾ മൈൻഡ് ശരിയായി. പിന്നെ മാഡം ഇത് മാത്രമല്ല, സെക്സിൻ്റെ മാത്രമല്ല മാഡം പറഞ്ഞു തരുന്നത്. മാഡം പറഞ്ഞു പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടായാലും നമ്മളെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും അത് മുമ്പോട്ട് പോകാനുള്ള ഒരു മാജിക്ക് ഉള്ള രീതിയിലാണ് മാഡം ഇവിടെ നമ്മളെ ഒരു 10-15 ദിവസത്തിൽ കൂടുതലും പിടിച്ചു ആ ഇത് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്കൊരു ലൈഫിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഇങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിന് മാത്രം വന്ന് ആ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ മുമ്പോട്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിന്ന് കറക്റ്റ് അത് പോരാടാനുള്ള ഒരു ഘട്ടം വരെ മാഡം നമുക്ക് ഒരു 100% വിജയിച്ച് ഇതൊന്നുമല്ല ഒരു പ്രശ്നം എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഇതും എല്ലാം ഒരേപോലെ കറക്റ്റായിട്ട് നമ്മളെ മൈൻഡെല്ലാം ശരിയാക്കിയാണ് മാഡം ഇവിടെ നിന്ന് വിടുന്നത്. നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 17 ദിവസം ആവാൻ പോകുന്നു. പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ 100% ഈ സെക്സിനിടെ ആയാലും പിന്നെ മറ്റു കാര്യങ്ങളായാലും ഈ 100% വിജയിച്ച് ഇനി എന്ത് പ്രശ്നം വന്നാലും ഇനി ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴെന്നെ മേഡം ഇതേപോലെ സംസാരിക്കും, നമ്മൾ ഓപ്പണായിട്ടാണ് എല്ലാവരുടെയും, നമ്മളിവിടെ ഉള്ള ബാച്ചിൻ്റെ ഇവിടെ എന്ത് സംശയമായിട്ട് കാരണം നമ്മളിവിടെ വരുമ്പോൾ നമ്മളെ ബാഡ് എല്ലാം ഇവിടെ വരും, നമ്മളെ മോശമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത്. ആ മോശക്കാര്യം എന്ന് പറയുമ്പോൾ ആ രീതിയിലെല്ലാം സംസാരിച്ച് നമ്മളെ ടെൻഷനും എല്ലാം മാറ്റിയെടുത്ത് നമ്മളെ റീഫ്രഷ് ചെയ്ത് നമ്മളെ നല്ല പുതിയ മൈൻഡാക്കി നമ്മൾ പറയണം, നമ്മൾ വീട്ടുകാർക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൊച്ചുങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മൾ നമുക്ക് തന്നെ ഒരു ആഗ്രഹം കാണും, ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒരു ആഗ്രഹം കാണും. ആ ആഗ്രഹത്തിലേക്ക് മാക്സിമം വഴി ചൂണ്ടി കാണിച്ച് തരുന്നുണ്ട് മാഡം ഇവിടെ വരുമ്പോൾ. നമ്മൾ ഈ മറന്നുപോയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മറന്നു പോകും. ഇന്നതുപോലെ പോകണം എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, പിന്നെ അതിലേക്ക് പോകത്തില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ആ കാര്യങ്ങൾ ആ കറക്റ്റ് ലക്ഷ്യത്തിൽ കറക്റ്റ് ആ ഒരു വഴിയിലേക്ക് കാണിച്ച് മാഡം തരുന്നുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഇനി എന്ത് വന്നാലും ജീവിക്കാം, അല്ലെ എന്ത് ഇതിനേക്കാളും വലിയ എന്ത് പ്രശ്നം വന്നാലും ഫ്രണ്ടിലോട്ട് ഒറ്റ കൈ പിടിച്ച് ഒറ്റ രീതിയിൽ പോകാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വരുമ്പോൾ മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. മാഡം അങ്ങനെയാണ് ചികിത്സിക്കുന്നത്. ഇവിടെ മൊത്തം ഹാപ്പിനെസ് ആണ്. കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ വേറെ വീടിനെ കുറിച്ച് ചിന്തിക്കണ്ട,
കാരണം ഒന്നിനെ കൊണ്ട് ആരെന്ത് പറയുമെന്ന് ചിന്തിക്കണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആരെന്ത് പറഞ്ഞാലും ഒന്നും ഇല്ലാന്നാണ് ചിന്തിക്കുന്നത്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും എന്ത് സംസാരിച്ചാലും നമുക്കൊന്നും ഇല്ല എന്നുള്ള ചിന്താഗതിയാണ്. കാരണം ഈ വീഡിയോ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊരു 4-5 പേര് നമ്മളിങ്ങനെ മാഡം ഇങ്ങനെ സംസാരിച്ച മാഡം മാത്രം ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിച്ചാലും ചിലപ്പോൾ ഈ അറിയുന്നുള്ളവർ അല്ല ഇന്നതാണ് അസുഖം എന്ന് അറിയുന്നുള്ളവർ പോലും മുമ്പോട്ട് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി മറ്റുള്ളവർ അഥവാ ഫാമിലി അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും എന്നെ ഡിവേഴ്സും ചെയ്ത് രണ്ടുപേര് രണ്ട് വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു കുടുംബം അവിടെ അവർ അതിൻ്റെ ബാക്കിൽ കിടന്ന് കഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് തീരുകയാണ്. പക്ഷെ അതേ സമയത്ത് ഈ ഇതേപോലത്തെ നമ്മളെപ്പോലെ ഉള്ള ഒരു ഫ്രണ്ടിലോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതൊരു പേടിയില്ലായ്മ വരും. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ മാറ്റാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞ എൻ്റെ ഒരു വീട്ടിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അവർ രണ്ടാക്കി പിരിഞ്ഞ് പോയത്. അത് കാരണം ഇത് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇങ്ങനെയാണ് പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ വരാൻ സമയമായപ്പോഴാണ് എൻ്റെ പപ്പോടി പറഞ്ഞത്. പുള്ളിക്കാരൻ പണ്ടുള്ള ഒരു രീതിയാണ്, നിങ്ങൾ എന്താണ് തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുത്ത ജീവിതകാലം മുഴുവൻ നോക്കിയേ പറ്റൂ. പിന്നെ എന്തിനാണ് പിടിച്ചത് എന്ന് പറഞ്ഞാൽ മുള്ളിലായാലും പിടിച്ചാലും അത് മുറുക്കെ തന്നെ പിടിച്ചോണം. അത് എന്ത് നല്ലതായാലും ചീത്തയായാലും എന്നും പറഞ്ഞാണ് എൻ്റെ പുള്ളിക്കാരൻ വിട്ടത്. സപ്പോർട്ടും ചെയ്ത് എൻ്റെ ഒപ്പ സപ്പോർട്ടൊക്കെ ചെയ്ത് വിട്ടതെന്ന്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക മേഡത്തിൻ്റെ കുറേ എന്ന് പറഞ്ഞാൽ മേഡം ഇതിനു വേണ്ടി എടുക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ചാൻസ് ആണ്. കാരണം നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഒരു 6 ബാച്ച് ഇപ്പം തന്നെ 6 കുടുംബം രക്ഷപ്പെട്ടു. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് പറഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ ഈ അവസ്ഥയെക്കുറിച്ച്. ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഇത് സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ മരിക്കാം എന്ന പോലെ തീരുമാനിക്കാം. ആ ഒരു ഘട്ടം കടന്നു പോകും. ആരും സപ്പോർട്ടില്ല, ഈ പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. ഈ എത്രത്തോളം നമ്മൾ ഒരാൾ പ്രഷർ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാൽ ആരോട് ഷെയർ ചെയ്താലും ആർക്കും മനസ്സിലാകത്തില്ല. ആ ഒരു രീതി ഒക്കെ ആണ് ഈ ഒരു വിഷയം വരുമ്പോൾ. മാക്സിമം എല്ലാവരും ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് മാക്സിമം അറിയാൻ വേണ്ടിയെങ്കിലും ശ്രമിക്കുക. എന്താണ് അസുഖം എന്ന് അറിയാൻ വേണ്ടിയെങ്കിലും ശ്രമിക്കുക. നമുക്ക് ഒരാളോട് പോയി പറയുമ്പോൾ മാക്സിമം ഒരാൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം തരാൻ പറ്റും. അതേ സമയത്ത് ഇത്തിരി ഉറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നോക്കാൻ പറ്റും. പക്ഷേ ഈ സെക്സ് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് തരാൻ പറ്റുന്ന കാര്യമല്ല. ഈ കല്യാണം കഴിക്കുമ്പോഴായാലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ ഇത് ആർക്കും ഈ തരാൻ പറ്റുന്ന കാര്യമല്ല. ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിപ്പിളച്ച് ഇന്ന പോലെ എനിക്ക് വേണമെന്നും പറഞ്ഞാൽ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്യാതെ മാക്സിമം കാര്യം എന്താണെന്ന് എങ്ങനെയായാലും ഗൂഗിൾ വഴിയ എങ്ങനെയായാലും സെർച്ച് ചെയ്ത് ഇന്ന പോലെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേരായ വഴിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇതിൻ്റെ എന്ത് വിഷയം വന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടി സഹായിക്കും. ഞങ്ങളിവിടെ 15 ദിവസത്തേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങളാണ് ആദ്യം ഇവിടെ എത്തിയത്. ബാക്കി എല്ലാവരും കുറച്ച് ദൂരെയുള്ളവരെല്ലാവരും ഒരുമിച്ച് വന്നു. ഞങ്ങളെല്ലാം നല്ല ശരിക്കും ഒരു ഫാമിലി പോലെയായി. എല്ലാവരും പരസ്പരം നല്ല കൂട്ടായ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എക്സസൈസിന്റെ കാര്യം ആയിരുന്നാലും മാഡം പറയുന്ന കാര്യം എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നാൽ പോലും എല്ലാവരും ഒരുമിച്ച്, ഒരാൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ ശരിക്കും നല്ലൊരു 15-17 ദിവസം അടിച്ചു പൊളിച്ചാണ് ഇവിടെ. ഒരു ട്രീറ്റ്മെന്റ് എന്നൊരു ഇതേ ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം നമ്മൾ വേറെ എവിടെ ഒരു ഹണിമൂൺ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ചെലവഴിക്കുന്ന ആ ഒരു രീതിക്കാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത്. പിന്നെ അതിനിടയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് നടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയ്ക്ക് തന്നെ ഗ്രൂപ്പ് സെക്ഷൻ ഉണ്ട്, എക്സസൈസ് ഉണ്ട്. അതൊന്നും ഒരു മടിയില്ലാതെ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. നന്നായി എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി എല്ലായിടത്തും മിക്ക ഇടത്തും കറങ്ങാനൊക്കെ പോയിട്ടാണ് ഗ്രൂപ്പ്. അതൊരു സത്യം പറഞ്ഞ നല്ലൊരു ഇതാണ്. മനസ്സിന് തന്നെ ഒരു നല്ലൊരു റിഫ്രഷ്മെന്റ് തരും. ബീച്ചിൽ പോയി, സിനിമ കാണാൻ പോയി. പിന്നെ ഇവിടെ രാത്രി ഉറങ്ങുന്നത് 2 മണി 3 മണിക്കാണ്. കാരണം വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഈ
ഒളിച്ചിടുന്ന കലയൊക്കെ മാക്സിമം കൊണ്ടുവന്ന് പുള്ളിക്കാരിക്ക് പാട്ട് വീട്ടിലേക്കൊക്കെ പാടുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പാട്ട് പാടിപ്പിച്ച് മാക്സിമം എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് രാത്രിയൊക്കെ കിടക്കുക ഒരു 2 മണിയൊക്കെ ആകും. കാരണം ഒരു വൈകിട്ട് ഗ്രൂപ്പ് സെഷൻ മാഡവും നമ്മളെല്ലാം കൂടി ഇരുന്ന് ആയിട്ട് ഒരു ഗ്രൂപ്പ് സെഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് ഒരു 100% തന്നെ അപ്പോഴേ തന്നെ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ കുറേയൊക്കെ ഫ്രീ ആകും. ടെൻഷനില്ല. പിന്നെ അങ്ങനെയാണ് അങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു രീതിയുണ്ട്. കാരണം എന്ന് പറയാൻ ഈ പൈസ എന്നുള്ള രീതി ഇല്ലാതെ ചെറിയ പൈസ ആയാലും വലിയ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ആയിരുന്നാലും നമ്മളെല്ലാം കൂടി ബീച്ചിലൊക്കെ പോയി സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ബീച്ചിൽ പോയാൽ ജസ്റ്റ് ഒന്ന് കാല് നനച്ച് തിരിച്ചു വരും. ഞങ്ങൾ മാത്രമല്ല മാഡം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ശരിക്കും അടിച്ച് തിമിർക്കുകയായിരുന്നു ചെയ്തത് ബീച്ചിൽ പോയിട്ട്. ഇതുവരെ അങ്ങനെ ബീച്ചിൽ ഇരിക്കുക കിടക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഫുൾ ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത സമയം ഫുള്ള് വെള്ളത്തിലായിരുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ച് മാഡത്തിൻ്റെ ബാക്കി ട്രീറ്റും അങ്ങനെ നല്ല രസമായിരുന്നു. കാരണം ഇനി ഇവിടെ നിന്ന് പോയാലും ഇതൊന്നും മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു ഫാമിലി ഒരിതായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെന്താ പറയാ, സത്യം പറഞ്ഞാൽ ഇതെന്താണ് സത്യം പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണം ഈ അവസ്ഥയെന്ന്. ആരോടും പറയാതെ തന്നെ ഇപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞ എന്ത് വിചാരിക്കും അങ്ങനെ ചിന്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അതെല്ലാം സത്യം. ഇതെന്താണ് ട്രീറ്റ്മെന്റ്, ശരിക്കുള്ള ട്രീറ്റ്മെന്റിന് തന്നെ എല്ലാവരും വരണം. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുള്ള നമ്മുടെ ചുറ്റുപാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ലൈഫ് നമുക്ക് ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും അജീഷും കാർത്തികയും അവരുടെ അനുഭവങ്ങൾ വളരെ നന്നായിട്ട് പറഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഇവരുടെ അനുഭവ കഥ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാവരും കാണണം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ സെക്ഷൻ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ ധാരാളം മതി. എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഇടുന്നത്. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം. നമ്മൾ ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് സന്തോഷമുള്ളൂ, അതുവരെ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷമില്ല എന്നുള്ളൊരു രീതിയിലല്ല ഇരിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുണ്ടല്ലോ, ആ യാത്ര ആസ്വദിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ യാത്രയിലുടനീളം നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും, കുറേ നല്ല കാര്യങ്ങൾ വരും. എല്ലാം നമ്മൾ അനുഭവിച്ച് എല്ലാം ഓരോ എക്സ്പീരിയൻസസ് ആണ്. അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഒരുപാട് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്, ഇന്ത്യക്ക് പുറത്തും ഉണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോകാം. ഇവിടെ വരുന്നുണ്ടെങ്കിലും ഇവിടെ വരാം. പക്ഷെ അതിന് മുൻപ് ആദ്യം ഓൺലൈൻ കൺസൾട്ടേഷൻ എല്ലാം എടുത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് വരാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ചർച്ച ചെയ്ത് അതിന് മുൻപത്തെ കുറച്ച് എക്സസൈസസും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വരാൻ പാടുള്ളൂ. അതല്ലാണ്ട് കുറച്ച് പേഷ്യൻസ് ഒക്കെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ഞങ്ങൾ ഇതേ വരുന്നു 2 ആഴ്ചയിൽ എന്ന് പറയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ നോ പറയുമ്പോൾ ചിലർക്ക് വിഷമം വരാറുണ്ട്. അത് നോ പറയുന്നതിനും ഒരു കാരണമുണ്ട്. നമ്മൾ ആ കൃത്യമായ ചിട്ടയായ രീതിയിൽ ചികിത്സിച്ച് പോയാലാണ് നിങ്ങൾക്ക് മാക്സിമം ഗുണം കിട്ടുക. അപ്പം അജീഷിനോടും കാർത്തികയോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം ആ സാമൂഹിക പ്രതിബദ്ധത, ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇവർക്കുണ്ട്. ഇവരുടെ ശരിയായി, ഇനിയിപ്പം ബാക്കിയുള്ളവരുടെ ശരിയായാലും എന്താ, അല്ലെങ്കിൽ എന്താ, അത് നമുക്ക് കാര്യമില്ല. ഇനിയിപ്പം നമുക്കിങ്ങനെയുണ്ട്, നമുക്ക് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്ന് ചിന്തിക്കാതെ ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ അവരുടെ അനുഭവം അവരൊരു തുറന്ന പുസ്തകമായി ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചത് ശരിക്കും പറഞ്ഞാൽ ശരിക്കൊരു കയ്യടി കിട്ടേണ്ട ഒരു കാര്യമാണ്. ഒന്ന് കൈയടിച്ചോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏറ്റവും ആദ്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആരാ? നമ്മൾ തന്നെ. ഓക്കെ, അപ്പോൾ ബൈ.